എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിൻ്റെ പേര് ചലന സമവാക്യങ്ങൾ എന്നാണ്. ഇതിൽ VS ചോദിച്ചു കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാം ചലന സമവാക്യത്തിൻ്റെ ഇക്വേഷനാണ് V = U+AT. ഇതിൽ V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗവും A എന്ന് പറയുന്നത് ആദ്യപ്രവേഗവും U എന്ന് പറയുന്നത് ആദ്യപ്രവേഗവും A എന്ന് പറയുന്നത് ത്വരണവും S സ്ഥാനാന്തരവുമാണ്. ഇനി പറയാൻ പോകുന്ന എല്ലാ സമവാക്യങ്ങളിലും ഈ ലെറ്റേഴ്സ് ഇതിനെയായിരിക്കും കുറിക്കുക. ഒന്നാം ചലന സമവാക്യം എന്നുള്ളത് V = U+AT. രണ്ടാം ചലന സമവാക്യം S = UT + ½AT². രണ്ടാം ചലന സമവാക്യം S = UT + ½AT². മൂന്നാം ചലന സമവാക്യം V² = U² + 2AS. ഒന്നുകൂടെ നോക്കാം. ഒന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് V = U+AT ആണ്. രണ്ടാം ചലന സമവാക്യം S = UT + ½ ആണ്. ഇനി മൂന്നാം ചലന സമവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ V² = U² + 2AS ആണ്. V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗവും U എന്ന് പറയുന്നത് ആദ്യപ്രവേഗവും A ത്വരണവും S സ്ഥാനാന്തരവും T സമയവുമാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. നിർബാധം പതിക്കുന്ന ഒരു കല്ലിന്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ വർധനവ് 9.8 m/s ആയിരിക്കും. നിർബാധം പതിക്കുന്ന ഒരു കല്ലിന്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ വർധനവ് 9.8 m/s ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന്റെ ദിശയിൽ പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയാം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന്റെ ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ നമ്മൾ പ്രവേഗം എന്ന് പറയും. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റമാണ് ത്വരണം. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തെയാണ് ത്വരണം എന്ന് പറയാം. പ്രവേഗമാറ്റം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ പ്രവേഗമാറ്റം = സമയം × ത്വരണം. പ്രവേഗമാറ്റം = സമയം ഗുണിക്കണം ത്വരണം. ഒരു ഗ്രാഫ് പേപ്പറിൽ തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. കുറഞ്ഞു വരുന്ന മൂല്യത്തിൽ എന്തു മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം ഒന്നും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയാം. ഒരു ഗ്രാഫ് പേപ്പറിൽ തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഈ കുറഞ്ഞു വരുന്ന മൂല്യത്തിൽ എന്തു മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വ്യത്യാസമൊന്നും സംഭവിക്കില്ല. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിന്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. സമവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിന്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ ഒരു വസ്തു ഏത് വേഗതയിലായിരിക്കും? അസമ വേഗത്തിലായിരിക്കും. സ്ഥാനസമയ ഗ്രാഫ് നേർരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തു ഏത് വേഗത്തിലായിരിക്കും? അത് അസമ വേഗത്തിലായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൽ എന്തിനു തുല്യമായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരപ്പളവിന് തുല്യമായിരിക്കും. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകളിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൽ എന്തിനു തുല്യമായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരപ്പളവിന് തുല്യമായിരിക്കും. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയാം. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. സ്ഥാനാന്തരം കണ്ടുപിടിക്കുക എങ്ങനെയാന്ന് ചോദിച്ചാൽ പ്രവേഗം ഗുണിക്കണം സമയം എന്നുള്ള വെച്ചിട്ടാണ് സ്ഥാനാന്തരം കണ്ടുപിടിക്കുക. സ്ഥാനാന്തരം കണ്ടുപിടിക്കുന്നത് പ്രവേഗം ഗുണിക്കണം സമയം. ത്വരണം ഉണ്ടാകുന്ന സന്ദർഭത്തിന് ഉദാഹരണം
തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനമാണ്. ത്വരണം ഉണ്ടാകുന്ന സന്ദർഭത്തിന് ഉദാഹരണം തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. അപ്പൊ ഇത്രയുമാണ് രണ്ടാമത്തെ ചലന സമവാക്യങ്ങൾ എന്ന യൂണിറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. ചെറിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ചലന സമവാക്യങ്ങളും അതേപോലെ ഇവിടെയുള്ള ഇക്വേഷൻസും നിർബന്ധമായിട്ടും പഠിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനും വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.